Hi guys, this is me Harris from ZodEDU. Welcome back to Zod Online English Training Program. Today we're going to learn the difference between how much and how many. എവിടെയാണ് ഹൗ മച്ച് ആൻഡ് ഹൗ മെനി ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ചിലപ്പോഴെങ്കിലും നമ്മൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഹൗ മച്ച് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഹൗ മെനി വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ ആർ യു റെഡി? ദെൻ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്നത് പോലെ ബാസ്കറ്റ് ബോൾ കളിക്കാറുണ്ടോ? ഇല്ല അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്? ഇനി മുതൽ നിങ്ങളും ശരിയായ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങും ZodELP കോഴ്സിലൂടെ. If you want to know the quantity or the amount of something, we use how much or how many to ask questions. But what's the difference? We use how much with uncountable nouns. നമുക്ക് എണ്ണി പറയാൻ പറ്റാത്ത നൗണുകളുടെ കൂടെയാണ് നമ്മൾ ഹൗ മച്ച് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഹൗ മച്ച് മീൻസ് എത്ര. ഫോർ എക്സാമ്പിൾ, ഹൗ മച്ച് വാട്ടർ ഈസ് ദർ ഇൻ ദ റിവർ? പുഴയിൽ എത്ര വെള്ളമുണ്ട്? ഹൗ മച്ച് മണി ഡിഡ് യു സ്പെൻഡ്? നിങ്ങൾ എത്ര പണം ചെലവഴിച്ചു? ഹൗ മച്ച് ടൈം ഡു യു വാച്ച് ടി വി? നിങ്ങൾ എത്ര സമയം ടി വി കാണാറുണ്ട്? ഹൗ മച്ച് ടീ ഡു യു ഡ്രിങ്ക് എ ഡേ? നിങ്ങളൊരു ദിവസം എത്ര ചായ കുടിക്കാറുണ്ട്? ഹൗ മച്ച് ഫർണിച്ചർ ഈസ് ദർ ഇൻ യുവർ ഫ്ലാറ്റ്? നിങ്ങളുടെ ഫ്ലാറ്റിൽ എത്ര ഫർണിച്ചർ ഉണ്ട്? അപ്പോൾ അത് നമുക്ക് എണ്ണി പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ ഹൗ മച്ച് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എന്നാൽ പ്ലൂറൽ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ നമ്മൾ ഹൗ മെനി വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഹൗ മെനി മീൻസ് എത്ര എണ്ണം. നമ്മൾ എണ്ണി പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഹൗ മെനി വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ്? നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സുകളുണ്ട്? ഹൗ മെനി സ്റ്റോറീസ് ഡിഡ് യു റീഡ് ലാസ്റ്റ് നൈറ്റ്? ഇന്നലെ രാത്രി എത്ര കഥകൾ നിങ്ങൾ വായിച്ചു? ഹൗ മെനി പീപ്പിൾ ആർ ഇൻവൈറ്റഡ് ടു ദ പാർട്ടി? എത്ര ആളുകളെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്? ഹൗ മെനി ബുക്സ് ഡിഡ് യു ബൈ? നിങ്ങൾ എത്ര പുസ്തകങ്ങൾ വാങ്ങിച്ചു? ഹൗ മെനി സിബ്ലിങ്സ് ഡു യു ഹാവ്? നിങ്ങൾക്ക് എത്ര സഹോദരങ്ങളുണ്ട്? അപ്പം എണ്ണി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടെ നമ്മൾ ഹൗ മെനി വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. എണ്ണാൻ പറ്റാത്ത നൗണുകളുടെ കൂടെ ഹൗ മച്ച് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എന്നാൽ നമ്മൾ പ്രൈസ് ചോദിക്കുന്ന സമയത്ത് ഹൗ മച്ച് ഈസ് ഇറ്റ് എന്ന് ചോദിക്കാറുണ്ട്. ഹൗ മച്ച് ഈസ് ഇറ്റ് മീൻസ് ഹൗ മച്ച് ഈസ് ദ പ്രൈസ്. ഓർ ഹൗ മച്ച് ആർ ദീസ്? ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ ഹൗ മച്ച് ആർ ദീസും ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രൈസ് ചോദിക്കുമ്പോൾ നമുക്ക് ഹൗ മച്ച് ഈസ് ഇറ്റ് എന്ന് ചോദിക്കാം. ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ ഹൗ മച്ച് ആർ ദീസ്. ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് പ്രൈസ് ചോദിക്കാവുന്നതാണ്. ഇൻ സ്പീക്കിംഗ്, ദ നൗൺ ഈസ് ഓഫൻ ഒമിറ്റഡ് ഫ്രം ദ ക്വസ്റ്റ്യൻ വെൻ ഇറ്റ് ഈസ് ഓബ്വിയസ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. നമ്മൾ സ്പീക്കിങ്ങിൽ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ മിക്കപ്പോഴും നമ്മൾ നൗണിനെ ഒഴിവാക്കിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യനുകളിൽ നമ്മൾ ഹൗ മച്ച് ഓർ ഹൗ മെനി വെച്ചിട്ട് നേരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ്. ഐ വുഡ് ലൈക്ക് ടു ബൈ സം ബട്ടർ പ്ലീസ്. ഹൗ മച്ച് വുഡ് യു ലൈക്ക്? എനിക്ക് കുറച്ച് ബട്ടർ വേണം. എത്രയാണ് വേണ്ടത്? അപ്പോൾ അവിടെ ഹൗ മച്ച് ബട്ടർ എന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ തന്നെ മീനിങ് ക്ലിയർ ആണ്. അവിടെ ബട്ടറാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹൗ മച്ച് ബട്ടർ വുഡ് യു ലൈക്ക് എന്നുള്ളതിന് നമ്മൾ ഷോർട്ടായിട്ട് ചോദിക്കുമ്പോൾ ഹൗ മച്ച് വുഡ് യു ലൈക്ക് എന്ന് ചോദിച്ചാൽ മതി. ഇതുപോലെ വരുന്ന മറ്റൊരു എക്സാമ്പിളാണ്, ഐ നീഡ് സം ഗ്ലാസസ്. ഹൗ മെനി ഡു യു നീഡ്? ഹൗ മെനി ഡു യു നീഡ് മീൻസ് ഹൗ മെനി ഗ്ലാസസ് ഡു യു നീഡ്. അപ്പോൾ എണ്ണി പറയാൻ പറ്റുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മളിവിടെ ഹൗ മെനി എന്ന് ചോദിക്കുന്നത്. ഇവിടെ ഗ്ലാസസ് എന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഈ കോണ്ടാക്ട്സിൽ അത് ക്ലിയർ ആണ്, അത് ഗ്ലാസസ് ആണ് എന്നുള്ളത്. സിമിലർലി ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് എക്സാമ്പിൾ. വി വാണ്ട് ടു ബൈ സം ഷുഗർ. നമുക്ക് കുറച്ച് പഞ്ചസാര വാങ്ങിക്കണം. ഹൗ മച്ച് ഡു വി വാണ്ട്? എത്രയാണ് നമുക്ക് വേണ്ടത്? ഇവിടെ ഹൗ മച്ച് മീൻസ് ഹൗ മച്ച് ഷുഗർ ഡു വി വാണ്ട്. അവിടെ എത്ര ഷുഗർ എന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ തന്നെ അത് മീനിങ് ഫുള്ളാണ്. ഇത്തരം സിറ്റുവേഷനുകളിൽ നമ്മൾ ഹൗ മച്ച് ആൻഡ് ഹൗ മെനി വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന നൗണിനെ
omit ചെയ്യാവുന്നതാണ്. Now let's practice. Do we use how much or how many? താഴെ കാണുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഹൗ മച്ച് വെച്ചിട്ടാണോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതോ ഹൗ മെനി വെച്ചിട്ടാണോ? Now let's look at the first one. How dash members are there in your family? Is it how much member or how many members? Yes. How many members are there in your family? Because members we can count. Look at the second one. How dash food did you eat? Is it how much or how many? Yes. How much food did you eat? Because food is uncountable. Look at the third one. How dash is this? Is it how much or how many? Yes. How much is this? Because here we ask the price. നമ്മളുടെ price ആണ് ചോദിക്കുന്നത്. So, how much is this? Look at the fourth one. How dash schools have you studied so far? How much or how many? Yes. How many schools have you studied so far? Because school is countable noun. Look at the next one. How dash time did you sleep last night? Is it how much or how many? Yes. How much time did you sleep last night? എത്ര സമയം നിങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങി? Because time is uncountable. How dash dollars did you spend? Is it how many or how much? Yes. How many dollars did you spend? Because dollars we can count. Look at the next one. How dash hours do you work? Is it how many hours or how much hours do you work? Yes. How many hours do you work? Because hours we can count, but time we can't count. Look at the next one. How dash days are there in a week? Is it how many days or how much days? Yes. How many days are there in a week? Because days we can count. Look at the last one. How much or how many bedrooms does this house have? Yes. How many bedrooms does this house have? Because bedrooms we can count. അപ്പോൾ എങ്ങനെയാണ് ഹൗ മച്ച് ആൻഡ് ഹൗ മെനി വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലേ? അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ നമ്മൾ ഹൗ മച്ച് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എന്നാൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺ ആണെങ്കിൽ നമ്മൾ ഹൗ മെനി വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. I hope you understand where we use how much and how many. And if you would like to watch more videos, and please subscribe our channel. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. For more updates, youtube.com/ZodEDU.